ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പാർവതി വിജയൻ. പ്രധാന വാർത്തകൾ. ആഗോള പ്രതിസന്ധിക്കിടയിലും ഇന്ത്യ അവസരങ്ങളുടെ നാടായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ നെതർലൻഡ്സ് സന്ദർശനം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് പുതിയ മന്ത്രിസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ UDF-ൽ പുരോഗമിക്കുന്നു. PD സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. തദ്ദേശീയ മെഡിക്കൽ ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിൽ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റേത് മികച്ച സംഭാവനകളെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രധാന പ്രതിയെന്ന് സംശയിക്കുന്ന അധ്യാപിക പൂനെയിൽ അറസ്റ്റിൽ. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ആഗോളതലത്തിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് മെച്ചപ്പെട്ട ഒരു വിതരണ ശൃംഖല നിർമ്മിക്കാൻ ഇന്ത്യയും നെതർലൻഡ്സും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നെതർലൻഡ്സിലെ ഹേഗിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 21ാം നൂറ്റാണ്ടിൽ ഇന്ത്യയുടെ വളർന്നുവരുന്ന ആഗോള പങ്കിനെക്കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി അവസരങ്ങളുടെ നാടായി രാജ്യം മാറിയെന്നും പറഞ്ഞു. പകർച്ചവ്യാധി, ഊർജ്ജ പ്രതിസന്ധി എന്നിവയുൾപ്പെടെ ലോകം നേരിടുന്ന പ്രതിസന്ധികൾക്ക് എത്രയും വേഗം പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ജനസംഖ്യയുടെ വലിയൊരു വിഭാഗം ദാരിദ്ര്യത്തിലേക്ക് വീഴുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. नीदरलैंड्स के समाज और यहाँ की इकोनॉमी में जो कंट्रीब्यूट कर रहे हैं उस पर हर भारतवासी को गर्व है. मैं आज इस अवसर पर नीदरलैंड की जनता का, यहाँ की सरकार का आभार व्यक्त करता हूँ. मैं यहाँ की जनता को 140 करोड़ भारतवासियों की तरफ से अपनी शुभकामनाएं देता हूँ. ഹേഗിൽ നെതർലൻഡ്സ് രാജാവ് വില്യം അലക്സാണ്ടറുമായും മാക്സിമ രാജ്ഞിയുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി റോബ് യെറ്റനുമായും ശ്രീ മോദി ചർച്ച നടത്തും. സംസ്ഥാനത്ത് പുതിയ മന്ത്രിസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ UDF-ൽ പുരോഗമിക്കുന്നു. നാളെ ഉച്ചയോടെ മുഖ്യമന്ത്രിയുടെയും 20 മന്ത്രിമാരുടെയും പട്ടിക ഗവർണർക്ക് സമർപ്പിക്കുമെന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെയും മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയെയും അദ്ദേഹം അവരുടെ വസതിയിൽ സന്ദർശിച്ചു. തിങ്കളാഴ്ചയാണ് VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയവർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. നിയുക്ത മുഖ്യമന്ത്രിയുടെ ക്ഷണപ്രകാരം BJP MLA-മാർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് നിയുക്ത MLA-യും BJP സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ തിങ്കളാഴ്ച രാവിലെ 7 മണി മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്ന MLA-മാരുടെയും MP-മാരുടെയും വാഹനങ്ങൾ സെക്രട്ടേറിയറ്റിനകത്ത് പാർക്ക് ചെയ്യണം. ചടങ്ങിനെത്തുന്ന മറ്റുള്ളവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പ്രത്യേകം സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്ര ക്രമീകരിക്കേണ്ടതാണെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് ആശാ സമരത്തിന് നേതൃത്വം നൽകിയ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നേതാക്കൾ നിയുക്ത മുഖ്യമന്ത്രി VD സതീശനെ സന്ദർശിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൌസിലായിരുന്നു കൂടിക്കാഴ്ച. നിയുക്ത മുഖ്യമന്ത്രിയിൽ നിന്ന് തങ്ങൾക്ക് അനുകൂലമായ മറുപടിയാണ് ലഭിച്ചതെന്ന് അസോസിയേഷൻ നേതാക്കൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തിരുവനന്തപുരത്തെ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ 42ാമത് ബിരുദദാന ചടങ്ങ് ഇന്ന് നടന്നു. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ചടങ്ങിൽ വീഡിയോ സന്ദേശം നൽകി. ലോകോത്തര നിലവാരമുള്ളതും ചിലവ് കുറഞ്ഞതുമായ തദ്ദേശീയ മെഡിക്കൽ ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിൽ ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് മികച്ച സംഭാവനകളാണ് നൽകിയിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ ബിരുദദാന ചടങ്ങിൽ പ്രസംഗം നടത്തി. എല്ലാ പൌരന്മാർക്കും ആരോഗ്യകരവും ദീർഘായുസ്സുമുള്ളതുമായ ജീവിതം ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതി ലക്ഷ്യമിടുന്നതെന്നും അവർ പറഞ്ഞു. During the AI India Impact Summit, which we had recently, we have launched the strategy for AI in healthcare. So this is also an initiative which I would like you to keep a lookout for and tell us how to make it better. And to the students, I would just like to say, but just keep learning, because knowledge and technology are evolving rapidly. You will be very busy, but you have such a strong foundation from this institute, so keep learning.
നൈപുണ്യ വികസന രംഗത്ത് പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് PM വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമാകുന്നു. മറ്റന്നാൾ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും നിർവഹിക്കും. NITയിലെ സെന്റർ ഫോർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിലാണ് പരിപാടി. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രധാന പ്രതിയെന്ന് സംശയിക്കുന്ന അധ്യാപികയെ CBI പൂനെയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. ബോട്ടണി അധ്യാപികയായ മനീഷ് ഗുരുനാഥ് മന്ധാരെയാണ് അറസ്റ്റിലായത്. നീറ്റ് UG പരീക്ഷ നടപടികളിൽ പങ്കാളിയായിരുന്ന ഇവരെ വിദഗ്ധയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നിയമിച്ചിരുന്നു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹി, ജയ്പൂർ, ഗുരുഗ്രാം, നാസിക്, പൂനെ, അഹല്യാനഗർ എന്നിവിടങ്ങളിൽ നിന്നായി ഇതുവരെ 9 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ആകാശവാണിയുടെ 90ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള സൈക്ലത്തോൺ നാളെ തിരുവനന്തപുരത്ത് നടക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. രാജ്യത്തെ ആകാശവാണി നിലയങ്ങൾ കഴിഞ്ഞ 1 വർഷമായി നടത്തിവരുന്ന ആഘോഷങ്ങളുടെ ഭാഗമായാണ് തിരുവനന്തപുരം നിലയം നാളെ സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നത്. രാവിലെ 7:30 മണിക്ക് കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി, പാളയം, ബേക്കറി വഴി ആകാശവാണിയിൽ സമാപിക്കും. ബംഗാൾ ഉൾക്കടലിനും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 5 ദിവസം കേരളത്തിലും മാഹിയിലും മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം തെക്ക് കിഴക്കൻ അറബിക്കടലിന്റെയും ആൻഡമാൻ ദ്വീപുകളുടെയും ചില ഭാഗങ്ങളിൽ ഇന്ന് കാലവർഷമെത്തിയതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് നിർദ്ദേശമുണ്ട്. മധ്യവേനൽ അവധി ആഘോഷിക്കാൻ ഇടുക്കിയിലേക്ക് സഞ്ചാരികളുടെ വൻ ഒഴുക്ക്. 1.5 മാസത്തിനിടെ 5.5 ലക്ഷത്തിലധികം പേർ ഇടുക്കിയിലെ വിവിധ ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. DTPCയുടെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഏപ്രിൽ മാസം 3,50,321 പേരും മെയ് പകുതിയാകുമ്പോഴേക്കും 2,70,781 പേരും ഇടുക്കി ജില്ലയിൽ എത്തിക്കഴിഞ്ഞു. മെയ് അവസാന വാരത്തോടെ ഇത് മുൻ മാസത്തേക്കാൾ ഇരട്ടിയാകുമെന്നാണ് പ്രതീക്ഷ. തിരക്ക് വർദ്ധിച്ചതോടെ മൂന്നാറിലും വാഗമണ്ണിലും മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്കും പതിവാണ്. ജില്ലയിലെ ഭൂരിഭാഗം ടൂറിസം കേന്ദ്രങ്ങളിലും ഇപ്പോഴും സഞ്ചാരികളുടെ വൻ തിരക്ക് തുടരുകയാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ രാത്രി 7:30 മത്സരം. ബിസിനസ് പ്രൊഫഷണൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ഹജ്ജ് തീർത്ഥാടകരുടെ അഭ്യർത്ഥന പ്രകാരം ഹ്രസ്വ ഹജ്ജ് പാക്കേജ് ഒരുക്കി ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി. പ്രധാന ഹജ്ജ് കർമ്മങ്ങൾക്ക് ശേഷം മടങ്ങി വരാവുന്ന രീതിയിലാണ് പാക്കേജ്. പദ്ധതിയിലെ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വിമാനം നാളെ ഉച്ചയ്ക്ക് 12:30 കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഹ്രസ്വ ഹജ്ജിനുള്ള വിമാന സർവീസ് ചെന്നൈ, ഡൽഹി, മുംബൈ, ബംഗളൂരു, ഹൈദരാബാദ്, അഹമ്മദാബാദ് എന്നീ നഗരങ്ങളിൽ നിന്നും കൂടി ഉണ്ടാകും. നാളെ ദുൽഹജ് മാസപ്പിറവി ദൃശ്യമാകുന്നവർ അറിയിക്കണമെന്ന് പാളയം ഇമാം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള പ്രതിസന്ധിക്കിടയിലും ഇന്ത്യ അവസരങ്ങളുടെ നാടായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ നെതർലൻഡ്സ് സന്ദർശനം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് പുതിയ മന്ത്രിസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ UDF-ൽ പുരോഗമിക്കുന്നു. VD സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. തദ്ദേശീയ മെഡിക്കൽ ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിൽ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റേത് മികച്ച സംഭാവനകളെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രധാന പ്രതിയെന്ന് സംശയിക്കുന്ന അധ്യാപിക പൂനെയിൽ അറസ്റ്റിൽ. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 7:25.